എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിന്റെ നാളത്തെ ആ ഒരു ഗംഭീരമായിട്ടുള്ള പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ കല്യാണിക്ക് ഏറ്റവും വലിയൊരു പുരസ്കാരമൊക്കെ കിട്ടുകയാണ്. അതും അങ്ങ് വിദേശ രാജ്യത്ത് നിന്ന് ഇത്രയധികം നല്ലൊരു സദസ്സിന് മുന്നിൽ, അതും ഇന്റർനാഷണൽ ലെവലിൽ നമ്മുടെ കല്യാണി അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ബഗാസുരനും അതുപോലെ തന്നെ നമ്മുടെ സരയൂനും പ്രകാശനും ഒന്നും ഈ കാഴ്ച അങ്ങ് തീരെയും പിടിക്കുന്നില്ല. ഇവരെല്ലാരും ആ TV ഒന്ന് ഓഫാക്ക്, ഇനിയിപ്പം ഇവളുടെ മോന്ത കാണണമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിറുപിറുത്ത് സംസാരിക്കുമ്പോൾ കാർത്തികയൊക്കെ ആണെങ്കിൽ വളരെയധികം താല്പര്യത്തോടു കൂടി ഈ ഒരു വിഷ്വൽസ് ഒക്കെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിരണും അതുപോലെ തന്നെ നമ്മുടെ കല്യാണിയുടെ അമ്മയും ഒക്കെ വളരെയധികം ആകാംക്ഷയോടുകൂടി തൻ്റെ മകൾ എന്താ പറയുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങനെ കാതോർത്തിരിക്കുന്ന ആ ഒരു സമയം കല്യാണിയാണെങ്കിൽ അത്രയും വലിയൊരു സദസ്സിന് മുന്നിൽ അഭിമുഖീകരിച്ച് സംസാരിക്കുകയാണ്. അപ്പം കല്യാണി ഇനി വരുന്ന ഓരോ തലമുറയിൽപ്പെട്ട പെൺപിള്ളേർക്കും ശരിക്കും പറഞ്ഞാൽ കഷ്ടതകളൊക്കെ അനുഭവിച്ച് വരുന്ന അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്ന നമ്മുടെ കല്യാണി അവളുടെ ജീവിതാനുഭവങ്ങൾ മുഴുവനും ആ ഒരു സദസ്സിന് മുന്നേ ഇങ്ങനെ പറയുകയാണ്. അപ്പം തൻ്റെ കുട്ടിക്കാലത്ത് താൻ അനുഭവിച്ചിരുന്ന അവഗണനയും അതുപോലെ തന്നെ ഇത്രയും വർഷക്കാലം തനിക്ക് സംസാരിക്കാൻ സാധിക്കാതിരുന്ന ആ ഒരു കാര്യങ്ങളും ഒക്കെ ഇവള് പറയുമ്പോഴത്തേക്കിനും അവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മുടെ കല്യാണി കടന്നു വന്ന ആ ഒരു വഴികളൊക്കെ കേട്ട് ശരിക്കും പറഞ്ഞാൽ ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ കിരണിനെ കുറിച്ചും അതുപോലെ തന്നെ ഞാൻ കുട്ടിക്കാലത്ത് എവിടെയെങ്കിലും പോകുമോ എന്നൊക്കെ പേടിച്ചിട്ട് എൻ്റെ അമ്മ എൻ്റെ കഴുത്തിൽ മണി കെട്ടിത്തന്ന കാര്യങ്ങളും ഒക്കെ നമ്മുടെ കല്യാണി ഇങ്ങനെ വിശദീകരിക്കുമ്പോഴത്തേക്കിനും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദീപയുടെ കണ്ണുകളൊക്കെ അങ്ങ് നിറയാണ്. പ്രകാശനാണെങ്കിലോ പ്രകാശന് ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ പ്രകാശനിട്ടുള്ള നല്ല ഒന്നാം തരം ഒരു കൊട്ട നമ്മുടെ കല്യാണിയുടെ ആ ഒരു സംസാരമൊക്കെ. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലോ നമ്മുടെ മൂങ്ങാമുത്തശ്ശി ആണെങ്കിൽ കണ്ടില്ലേട പ്രകാശ, അവൾ എന്ത് അഹങ്കാരിയാണ്. അവൾ ഒരിക്കൽ പോലും നിന്റെ പേരോ എൻ്റെ പേരോ ഒന്നും പറഞ്ഞില്ലല്ലോ. എൻ്റെ അമ്മ അതിന് എന്താ നമ്മളെക്കുറിച്ച് പറയാനുള്ളത്? നമ്മൾ അവളെ നോക്കിയില്ലെന്നും പഠിപ്പിച്ചില്ലെന്നും തൊഴുത്തി കിടത്തിയെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണോ? എന്തായാലും അവള് നമ്മളെക്കുറിച്ചൊരു നല്ല വർത്തമാനവും പറയില്ല. പിന്നെ അതെന്തിനാ ആഗ്രഹിക്കുന്നത്? അപ്പൊ കാർത്തിക ഇതൊക്കെ ശ്രദ്ധിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായതും നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ എൻ്റെ മോനെ പ്രകാശ, എടാ ഞാൻ എത്രമാത്രം സ്നേഹത്തോടു കൂടിയാണ് അവളെ നോക്കിയൊക്കെ വളർത്തിയത്. നീയാണെങ്കിലോ അവൾക്ക് എന്താണ് വേണ്ടത് എന്നൊക്കെ കണ്ടറിഞ്ഞ് തന്നെ നിന്നൊരച്ഛനല്ലേ. എന്നിട്ട് നിന്നെക്കുറിച്ച് ഒരു വാക്ക് പറയാമല്ലോ. അതും പോട്ടെ, ഈ എന്നെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് പറയാമല്ലോ. ഇതൊന്നും പറയാനായിട്ട് അവൾക്ക് തോന്നിയില്ലല്ലോ. അവളെപ്പോലെ ഒരു അഹങ്കാരി ഇങ്ങനെയുള്ള ഒരു പുരസ്കാരം വാങ്ങിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മൂങ്ങ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും കാർത്തികയാണെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. ഉള്ളുകൊണ്ട് നമ്മുടെ കാർത്തിക കല്യാണിയുടെ ഒപ്പം തന്നെയാണ്. എന്നിട്ടും കാർത്തിക പ്രകാശനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കൊട പിടിക്കുമെന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള ചെറിയൊരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. കല്യാണിക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയതൊക്കെ തന്നെ കിരണിന്റെ പൈസയുടെ പുറത്തായിരിക്കും. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ മനു ആണെങ്കിലോ നിഷയുടെ വീട്ടിൽ നിന്ന് സുഭിക്ഷമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. അമ്മായിയമ്മ ഉണ്ടാക്കി തന്ന ഫുഡൊക്കെ എന്തായാലും നമ്മുടെ മനുവിന് നല്ലതുപോലെ അങ്ങ് പിടിച്ചു. മനു ആണെങ്കിൽ ഇതൊക്കെ ആസ്വദിച്ച് കഴിച്ചിട്ട് എന്നാ പിന്നെ ഞാൻ ഓഫീസിലേക്ക് പോയിക്കോട്ടെ, മോളു നീ എപ്പോൾ വിളിച്ചാലും ഞാൻ വിളിക്കുന്ന ആ ഒരു സമയത്ത് എത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞ് അവൻ തിരക്കുകളാണ് എന്നൊക്കെ പറഞ്ഞു ഈ വീട്ടിൽ നിന്ന് പോവാണ്. നമ്മുടെ സരയുനോടും ഇപ്പം വരാമെന്നും പറഞ്ഞു പോയ മനു ആണല്ലോ. അങ്ങനെ മനു തിരികെ നമ്മുടെ സരയുൻ്റെ വീട്ടിലെത്തുകയാണ്. ഈ സമയത്താണെങ്കിലോ ശാരി എങ്ങനെയെങ്കിലും താരയുടെ ഡെഡ് ബോഡി അത് ഇവിടുന്ന് മറവ് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് ആ ബോഡിയും വലിച്ചഴിച്ച് ഇങ്ങനെ വരുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ മനു അവിടെ നിന്ന് ഈ ഒരു കാഴ്ചയൊക്കെ കാണുന്നത്. അങ്ങനെ മനു ഇത് കണ്ടെന്ന് മനസ്സിലായതും താരയുടെ സകല ഇടപാടും തീർന്നു. താരയാണെങ്കിൽ എൻ്റെ പൊന്നു മോനെ, എനിക്ക് ഒരബദ്ധം പറ്റിപ്പോയതാണ്. മരിച്ചു പോകുമെന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലടാ. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. ഞാൻ അവളെ പിടിച്ച് തള്ളിയപ്പം അവളുടെ തല പോയി ആ സ്റ്റെയർ കേഴ്സിൽ ഇടിച്ചതാണ്. പിന്നീട് അവൾ അനങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹരൻ്റെ മുന്നിൽ നമ്മുടെ ശാരി മുട്ടുമടക്കുകയാണ്. അപ്പം മനു ആണെങ്കിലോ എൻ്റെ പൊന്നാൻറ്റി, നിങ്ങളിത് എന്തൊക്കെയാ ഈ കാണിച്ച് വെച്ചിരിക്കുന്നത്? ദൈവമേ, ഇവർക്ക് ശ്വാസം ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ താരയെ ഇങ്ങനെ ശ്വാസം ഉണ്ടോ എന്നൊക്കെ ഇവൻ തൊട്ട് നോക്കുകയാണ്. ആ സമയത്താണെങ്കിലോ ഈശ്വര, ഇവർ മരിച്ചു പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു കാര്യം നമ്മുടെ മനുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു തുറുപ്പ് ചീട്ട് തന്നെയാണ്. ഇപ്പതാ
നമ്മുടെ താരയെ കൂടി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കിട്ടാവുന്ന കാര്യങ്ങളൊക്കെ താരയുടെ പേരും പറഞ്ഞ് നമ്മുടെ ശാരിയുടെ അടുത്ത് നിന്ന് വാങ്ങാമല്ലോ. ഈ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചു മനു കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കുക. അപ്പോഴത്തേക്കിനും ശാരി പറഞ്ഞു, മോനെ ഞാൻ നീ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്താലോ, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ സത്യങ്ങളൊക്കെ വിളിച്ചു പറയാം. എൻ്റെ കയ്യിൽ നിന്ന് വന്ന കയ്യബദ്ധമാണല്ലോ. എൻ്റെ പൊന്നാൻറ്റി, ആൻറ്റി അങ്ങനെയൊക്കെ പോയി കീഴടങ്ങി കഴിഞ്ഞാൽ അത് നമ്മുടെ കുടുംബത്തിന് മൊത്തം ഒരു ചീത്തപ്പേരല്ലേ. അതുകൊണ്ട് ആൻറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ദേ ഇതൊക്കെ നല്ല നൈസായിട്ട് ഡീൽ ചെയ്യുന്ന ഒരുത്തൻ എൻ്റെ കൂട്ടുകാരനാണ്. ഞാൻ അവനെ വിളിച്ചിട്ട് സംസാരിക്കാം. പക്ഷേ അവന് കുറച്ച് പൈസയൊക്കെ കൊടുക്കേണ്ടി വരും. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് എൻ്റെ അക്കൗണ്ട്സും കാര്യങ്ങളും ഒക്കെ നോക്കുന്നത് സരയുമാണ്. അപ്പം ഞാൻ പൈസ മാറ്റിക്കഴിഞ്ഞാൽ സരയു അത് കണ്ടുപിടിക്കും. എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് മനു ഇങ്ങനെ കുറച്ച് സമയം ഇരുന്ന് ആലോചിച്ചു. ഈ സമയം ശാരിയാണെങ്കിലോ, എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാനിപ്പോൾ ചെയ്ത ആ ഒരു കുറ്റം അത് തേച്ച് മായ്ച്ച് കളയാൻ പറ്റുമെങ്കിൽ ശാരിയെ സംബന്ധിച്ചിടത്തോളം അതിലും വലിയൊരു കാര്യം എനിക്ക് കിട്ടാനില്ല. അങ്ങനെ അവൾ ഇരുന്ന് ആലോചിച്ചു. ഒരു കാര്യം ചെയ്യാം മോനെ, എൻ്റെ കുറച്ച് സ്വർണ്ണമൊക്കെ എടുത്ത് ഞാൻ മോൻ്റെ കയ്യിൽ തരാം. അത് മതിയായില്ലെങ്കിൽ മോൻ പറഞ്ഞാൽ മതി. ഞാൻ എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട് മോന് തരാമെന്ന് പറഞ്ഞു. കൊള്ളാലോ, തള്ള എന്തായാലും തള്ളയുടെ കയ്യിൽ കരുതി വെച്ചിരിക്കുന്ന 500 പവനൊക്കെ കാണുമായിരിക്കും. അതൊക്കെ എനിക്ക് എടുത്ത് തരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഇങ്ങനെ മനക്കോട്ട കെട്ടുകയാണ്. അപ്പം ശാരി പറഞ്ഞു, എൻ്റെ മോനെ ഈ വിവരം എൻ്റെ മോള് പോലും അറിയരുത്. എങ്ങനെയെങ്കിലും ഇവളുടെ ഈ ഒരു ബോഡി ഇവിടുന്ന് അത് മറവ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശാരി 2 കൈയും കൂപ്പിയിട്ട് തൻ്റെ മരുമകൻ്റെ അടുത്ത് കെഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മരുമകനാണെങ്കിലോ ഏറ്റവും വലിയ തുറപ്പുകുലാനാണ് തൻ്റെ മുന്നിൽ വന്ന് പെട്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ച് സന്തോഷിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് നാളത്തെ ആ ഒരു വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.